ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ. ഗ്രേസ് ആൻഡ് തോട്ട്സിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുരുന്നുകളെല്ലാം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. റവറൻഡ് ഫാദർ ഡോക്ടർ ബൈജു കട്ടിക്കാരനച്ചൻ തന്ന ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിലെ വീഡിയോ ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി പറയുന്നത്, അമ്മമ്മമാർ എന്നോട് പറയുന്നൊരു കാര്യമായ നന്നായി വരും, മിടുക്കനായി വരും, രക്ഷപ്പെടും, തെച്ചും ചിലവാകും. ഈ അവസരത്തിൽ ആദ്യമായി നമുക്ക് കുരുന്നുകൾക്ക് വേണ്ടത് നമ്മുടെ വൈദികരുടെയും സന്യാസികളുടെയും മാതാപിതാക്കളുടെയും സകല ബ്രാഹ്മൺസിൻ്റെയും ഉസ്താദുമാരുടെയും എല്ലാം അനുഗ്രഹമാണ്. ഏറ്റവും വലിയ സത്ത്, ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ പറഞ്ഞതുപോലെ മക്കളും അനുഗ്രഹവുമാണ്. അതാദ്യം വേണം. ഈ അവസരത്തിൽ 3 തലത്തിലുള്ള ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അതുപോലെ തന്നെ ജന്തുക്കളുണ്ട്, പറവകളുണ്ട്. നമുക്ക് തേനീച്ചയെപ്പറ്റി ആദ്യമായി നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. 3 തലങ്ങൾ. ഒന്ന്, റാഗലുണ്ടാക്കുക, അല്ലെങ്കിൽ ചിലർ പറയുന്നത് മെഴുകുണ്ടാക്കുക, അല്ലെങ്കിൽ അടയുണ്ടാക്കുക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിനെ സംശീകരിക്കുക, ഈ കർമ്മത്തിലേക്ക് ഉള്ള കർമ്മപദ്ധതി ഇടുക. മൂന്നാമത്തെ തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സത്ത് സ്വയവും മറ്റവരും കൊടുക്കുവാനുള്ളൊരു മച്യൂരിറ്റിയുള്ള പക്വതയുള്ള ഒരു വ്യക്തിയായി തീരുക, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി തീരുക. ഈ അവസരത്തിൽ അതിനുമ്പായിട്ടൊരു ദൈവവചനം നിങ്ങളുടെ ഇടയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 47-ാമത്തെ വചനം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിത ഭവനം എന്നും നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കട്ടെ. ശക്തമായ കാറ്റുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, വെള്ളം ആഞ്ഞടിച്ചു, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആദ്യമായി നമുക്കറിയാം, ഈ വളരെ ബുദ്ധി നിറഞ്ഞ ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മുടെ തേനീച്ച അടയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റാഗല ഉണ്ടാക്കുന്നത്, അതുമല്ലെങ്കിൽ മെഴുകുണ്ടാക്കി അറകളെ പോലെ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കേണ്ടത് മാനസികമായ ഒരു റാഗലുണ്ടാക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അറിവും ജ്ഞാനവും സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു യഥാർത്ഥ രീതിയിലുള്ള റാഗൽ ഉണ്ടാക്കുക മക്കൾ. അതിനുവേണ്ടി സഹായിക്കേണ്ടവരാണ് മാതാപിതാക്കളും സകല ആത്മീയ നേതാക്കന്മാരും അധ്യാപകരും കൂട്ടുകാരും സകലരും. ആദ്യത്തെ സ്റ്റെപ്പായ പ്ലേ ക്ലാസ് LKG UKG കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ അടയുണ്ടാക്കുവാൻ എത്തരത്തിലുള്ള അടയാണ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആദ്യമായി നമുക്ക് അടയുണ്ടാക്കാം, അല്ലെങ്കിൽ റാഗൽ അല്ലെങ്കിൽ തേൻ സംഭരിക്കുന്നതിന് വേണ്ടി ആദ്യം ഉണ്ടാക്കുന്ന മെഴുകിൻ്റെ ആ ചതുരത്തിലുള്ള സംഭവം, വട്ടത്തിലുള്ള സംഭവം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ എനർജി ടു എനർജി റിലേഷനെ വരുന്നത്. ആ റാഗലിലേക്ക് എത്തരത്തിലുള്ള പൂമ്പൊടികളാണ് നാം കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് PTA, പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടികൾക്ക് എത്തരത്തിലുള്ള പൂമ്പൊടികളാണ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അവസ്ഥയാണ് കൊടുക്കേണ്ടതെന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചുരുക്കി പറയുകയാണ്. അത് കഴിഞ്ഞാൽ തിരിച്ചറിവാണ്. അതായത് തേനീച്ചയ്ക്ക് തിരിച്ചറിവ്, ഏത് തരത്തിലുള്ള പൂമ്പൊടി കൊണ്ടുവന്നാലാണ് ഏറ്റവും നല്ല തേനാവുന്നത്. അപ്പോൾ 3-ാം തലം തിരിച്ചറിവും. കുട്ടികൾക്ക് തിരിച്ചറിവ് വരുന്ന തലത്തിലേക്കാണ് അടുത്ത സ്റ്റെപ്പ് പോകുന്നത്. ഏറ്റവും അവസാന സ്റ്റെപ്പായ ഫലമെടുക്കൽ. നമുക്കറിയാം, ഈ തേനീച്ച അടയുണ്ടായി കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ അടയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക മെഴുകിൻ്റെ ആവരണം ഉണ്ടാകും. അത് ഒഴുകിപ്പോകരുത്, അത് മറ്റുള്ളവർ പെട്ടെന്ന് കണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകരുത്, അത് നശിപ്പിച്ച് കളയരുത്. ആ തേൻ ഒഴുകി പോകാൻ സംരക്ഷിക്കണം. എത്ര ബുദ്ധിപരമായിട്ടാണ് ദൈവം തേനീച്ചയ്ക്ക് ആ ബുദ്ധി കൊടുത്തത്. അത് മാത്രവുമല്ല, നമ്മുടെ കടകളിൽ വ്യത്യസ്ത തരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള തേനുകളുണ്ട്. ഏറ്റവും രുചികരം വ്യത്യസ്തതയുള്ള ഒരു മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് മറ്റൊരു മാമ്പഴത്തിൽ കിട്ടാറില്ല. അതുപോലെ എല്ലാ ഫലവർഗ്ഗങ്ങളും, അതുപോലെ തന്നെ തേനും. അപ്പോൾ നമ്മുടെ മക്കൾ
മൂന്നാമത്തെ സ്റ്റെപ്പായ ഈ ഫലമെടുപ്പിൽ എത്രത്തോളം നല്ലതായി തീരണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ബന്ധമുണ്ട്. അതോടൊപ്പം തിരിച്ചറിവിൻ്റെ ഒരു തലം കൂടിയുണ്ട്. അതിലൂടെ നമ്മുടെ മക്കളെ വളർത്തിയാൽ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ മക്കളും ലോകത്തിലെ മഹാന്മാരും മഹതികളുമായി തീരും. അതിനപ്പുറത്ത് മാതാപിതാ ഗുരുദൈവം എന്ന ഭാരതീയ ദർശനം ഇവിടെ പൂവണിയും. നല്ല മക്കൾ സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും തന്നെ ഏറ്റവും നല്ല ഉത്തമ മക്കളായി സൃഷ്ടിക്കുവാൻ നമ്മുടെ കേരളത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ വീഡിയോകളാണ് എല്ലാവർക്കും ഇഷ്ടം. ആയതിനാൽ എല്ലാവരും ഇതിനെപ്പറ്റി വളരെ 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 ഗൗരവമായി ചിന്തിക്കണം ഈ അധ്യയന വർഷം. അതോടൊപ്പം മക്കളാണ് സമ്പത്തെന്നുള്ള അടിവര കൂടി നിങ്ങൾ ഇടണം. അവസാനം ഉണ്ടാകുന്ന ആ വിളവെടുപ്പ് ഏത് തരത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനർജി ബന്ധത്തിലൂടെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വാക്ക് നിങ്ങളൊന്ന് ബുദ്ധിപരമായി ചിന്തിക്കും. ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഈ അവസരത്തിൽ എല്ലാ വൈദികരെയും സന്യാസിനികളെയും നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നാനാജാതി മതസ്ഥരായ എല്ലാ ബുദ്ധിമാന്മാരായ ഗുരുക്കന്മാരെയും എല്ലാ മതത്തിലെ ഗുരുക്കന്മാരെയും അതോടൊപ്പം നമ്മുടെ ഭരണകൂടത്തെയും കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഭരണകൂടത്തെയും പ്രതിപക്ഷത്തെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ നല്ല ഉത്തമ പൗരന്മാരായി ജനിപ്പിക്കുവാനുള്ള വർഷമായും വളരെ ഗൗരവമായി ചിന്തിക്കുവാനുമായി ഈ അവസരം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ നല്ല മക്കളെ വളരുവാനുള്ള നല്ല റാഗല്, നല്ലൊരു അട, നല്ലൊരു മെഴുകിൻ്റെ ഭാഗം ഉണ്ടാക്കി അബ്സോർബ് ചെയ്ത് തേൻ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അവസാനം നല്ല റിസൾട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മക്കളെ വളരുവാൻ, പ്രത്യേകിച്ച് ദൈവവിശ്വാസവും ധാർമ്മിക അടിത്തറയും സത്യവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എല്ലാ നിയമങ്ങൾക്കും അതീതമായി നന്മ ചെയ്യുന്നതിന് വേണ്ടി പ്രതികൂല കാര്യങ്ങളിലും തിന്മയാണെങ്കിൽ പോലും ആ തിന്മയെ നന്മയായി ജയിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന മക്കളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരായിരം നന്ദി. എല്ലാ കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും PTA മെമ്പേഴ്സിനെയും പ്രത്യേകിച്ച് അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ മക്കളെയും മാതാപിതാക്കളെയും മാനേജറിനെയും പ്രിൻസിപ്പാളിനെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കൾ നിർത്തുന്നു. കുഞ്ഞുങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.